നമ്മള് കുറെ നാളായല്ലേ ഗോതയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് നെഞ്ച് വിരിച്ചൊന്ന് കുറച്ച് നാളായി. അപ്പോഴാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോ നമ്മളുടെ ചൂരൽ വ്ലോഗ്സ് നമ്മളെ ഒന്ന് വെല്ലുവിളിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ കളിയിലോട്ട് പോവാം. ഹായ് ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ എല്ലാവരും എത്തി. നമ്മൾ നേരത്തെ എത്തി. നമ്മൾ ആക്ച്വലി 6:30 വന്നിട്ട് നമ്മൾ പിച്ചൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനുകൂലമാണ് ഇത്. അപ്പോൾ ഇന്നത്തെ കളി നമ്മുടെ കളി സ്പോൺസർ നമ്മുടെ സൈഡ് സ്പോൺസർ ചെയ്യണ ന്യൂ ഇയർ ചിക്കൻ ആണ്. നമ്മുടെ കഴക്കൂട്ടത്തുള്ള ന്യൂ ഇയർ ചിക്കൻ. എല്ലാരും ന്യൂ ഇയർ ചിക്കനിൽ പോവാ, ഫുഡ് ട്രൈ ചെയ്യാ അല്ലേ? അവരുടെ ബ്രോസ്റ്റഡ് ഒക്കെ സൂപ്പർ സാധനമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടോസ് ഇടാം അല്ലേ? അപ്പൊ ഫസ്റ്റ് നിങ്ങൾ കളിക്കാൻ പോവുകയാണ്. നിങ്ങൾ കോൺഫിഡന്റ് ആണോ? മണ്ടന്മാരുണ്ടോ കണ്ണങ്ങളിൽ ആരെങ്കിലും ടോസ് കിട്ടിയിട്ട് ബോളിംഗ് എടുക്കാറുണ്ട്? ഇല്ല. മണ്ടന്മാര് കളി കഴിയുമ്പോ കാണാം. അവര് ഫിസിക്കലി എല്ലാരും കുറച്ച് ഫിറ്റാണ്. അത് ഒത്തിരി ഫിറ്റ് എന്നല്ല, നമ്മള് ഫിറ്റ് അല്ലേടാ? ഫിറ്റാണ്. ദാസരേ ഉള്ളൂ നമുക്ക് പിടിച്ചു. അത് നോക്കണം. അവരുടെ ഒറ്റ ചന്തൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. പാകിസ്ഥാൻ ബോളേഴ്സിനെ പോലെ ഉണ്ട്. പിന്നെ വിഷയമില്ല, നമുക്ക് ഹൈറ്റിലല്ല കാര്യം, നമ്മുടെ കഴിവാണ്. എടുത്തു നമ്മളെ രഹസ്യം ചോർത്താൻ വരുന്ന ആൾക്കാരെ എടുത്തു. നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ NFC മാത്രമേ നമ്മളെ പിള്ളേരും കൂടെ പറഞ്ഞേക്കുന്നു. വേറെ പിള്ളേരും കൂടെ ഉണ്ട്. പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ. ഈ കളി ഫുള്ള് സ്പോൺസർ കളിയുടെ ടൈറ്റിൽ സ്പോൺസർ ജയ് ഭാരത് സ്കൂൾ. തൊട്ടപ്പുറത്ത് തന്നെ അവരാണ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ. എല്ലാ കുട്ടികളും അവിടെ പോയി പഠിക്കുക. ചെറിയ സ്കൂളാണ്. പിന്നെ PPT ടീച്ചേഴ്സ് ട്രെയിനിങ് മറ്റേ എല്ലാ ടീച്ചേഴ്സും അവിടെ അവനവഞ്ചേരി. പിന്നെ ബഡ്ജറ്റ് ജനറൽ റെഡി, പേര് പോലെ തന്നെ വളരെ വിലക്കുറവിൽ പെയിന്റ്, വാട്ടർ പ്രൂഫിംഗ് സാധനങ്ങൾ, പിന്നെ വർഷങ്ങളോളം പരിചയസമ്പത്തുള്ള ആളുടെ അണ്ടറിൽ മറ്റേ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തു കൊടുക്കും. പരസ്യം കിട്ടുന്നത് നമുക്ക് കിട്ടാത്ത പറയാൻ സമയത്ത് നമ്പർ താഴെ എഴുതി കാണിക്കാം. എല്ലാം നമ്മുടെ ചേട്ടന്മാരും IS ഇന്റർനാഷണൽ മറ്റേ ഹോം അപ്ലയൻസസ്, ഫർണിച്ചർ എല്ലാം ഏതിനും വർക്കല വന്ന IS ഏജൻസീസ്, IS ഇന്റർനാഷണൽ. എല്ലാരും പോയി അവിടുന്ന് വാങ്ങുക, ഫർണിച്ചർ വാങ്ങുക. ബാർബർ ഷോപ്പ്, മെൻസ് ആൻഡ് വുമൻസ് സലൂൺ രണ്ടും ഉണ്ട്. ഫാമിലി സലൂൺ വന്നു കഴിഞ്ഞാൽ മുടി വെട്ടുക, ഷേവ് ചെയ്യുക, അതിനൊരു ഐഡിയ ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്കൊരു ഐഡിയ ഉണ്ട്. എടാ, ന്യൂ ഇയർ ചിക്കൻ നമ്മുടെ KFC ഒക്കെ പോലെ അപ്കമിങ് ടെറർ, കഴക്കൂട്ടത്തിന്റെ ടെറർ. നല്ല ഫുഡാണ്. ബർഗർ ആണെങ്കിലും റാപ്പ് ആണെങ്കിലും. ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ് മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ്. കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പൊ. ഇത് പുറത്തുനിന്നുള്ള സംഭവം പറഞ്ഞു വരുന്നത് നമ്മൾ ചില്ലറ കളിയല്ല, ഫുൾ സ്പോൺസർ പരിപാടിയാണ്. ഇതിന്റെ വലിയ പരിപാടി ഇനി വേറെ വരുമോ? വരും. ഇന്നത്തെ ഔട്ട്കം റെഡിയാണല്ലോ. എപ്പോഴും നിൽക്കണം. അവര് കൈ ധരിക്കണം. ബിആറിന് വെപ്രാണ് അവിടെ ചെന്ന് നിൽക്കുകയാണ് 6 അടിക്കാൻ. നമ്മുടെ ഫസ്റ്റ് ബോൾ എറിയാൻ പോവുകയാണ്. BR ഓൺ സ്ട്രൈക്ക്. BR കോട്ടി. ദാസിന്റെ കളിയാണ് നമ്മളെ. നല്ലൊരു കാറ്റ് കിട്ടി അഖിൽദാസ് വീശിയന്റെ അല്ലേ? ആ ഒരു ചൂടില് ബോൾ അവൻ ഗ്രൗണ്ടേ കളിക്കുള്ളൂ. അഖിൽദാസ് ഗ്രൗണ്ട് കളിച്ചിരിക്കുന്നു. ഒരു ഓവർ 7 റണ്ണാണ് നമ്മൾ എടുത്തേക്കുന്നത്. സെക്കൻഡ് ഓവർ അഖിൽദാസ് ഓൺ സ്ട്രൈക്ക്. നല്ല ഷോട്ടായിരുന്നു. നമ്മുടെ സച്ചു ആണ് പോകുന്നത്, നമ്മുടെ പുതിയ തലമുറ. നമ്മൾ 3 ഓവർ കഴിഞ്ഞ് 24 റൺസ്, 1 വിക്കറ്റ്. 3 ഓവറിൽ 8 റൺ റേറ്റ് ആണ് പെരിക്കണം. കുഴപ്പമില്ലല്ലേ?
ആ രണ്ടാമത്തെ വിക്കറ്റ് പോയി ഗൈസ്. നമ്മളെ പയ്യൻ നമ്മളെ വിനു പോവുകയാണ് ഇറങ്ങാൻ. പോയി ജയിച്ചിട്ട് വരൂ. ഓ അക്കൂസേട്ടൻ പുറത്തായിരിക്കുകയാണ്. വിക്കറ്റുകൾ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് റിസ്ക് ആണ്. റിസ്ക് 10 ഓവർ കളിയാണ്. അടിപൊളി. ഇവന്റെ കളി ഇതല്ല. അങ്ങനെ അടുത്ത വിക്കറ്റും വന്നിരിക്കുകയാണ്. അതെ എന്ത് പറ്റി പെട്ടെന്ന് തിരിച്ചെത്തിയല്ലേ? അല്ല, ഞാൻ പെട്ടെന്ന് എന്തോ എടുക്കാൻ മറന്നു. അടുത്തതായിട്ട് ഹാഷിം ചേട്ടൻ ഇറങ്ങുകയാണ്. എന്തേ ഞാൻ പറഞ്ഞ മറ്റേ ഡക്കിന്റെ സംഭവം ഈ കളിയിൽ വേണം. അത് വേണം. ശ്രീകാന്ത് മറ്റേ തൊപ്പി വെച്ച് ഇങ്ങനെ കുലിഞ്ഞു വരണത്. എന്തിനാ കീപ്പറിന്റെ കയ്യിൽ തന്നെ ഇട്ട് കൊടുത്താ? അപ്പുറത്തെ സ്ഥലം ഇരിക്കില്ലേ? നീ നിന്റെ കളി കളിച്ചാൽ 28-ൽ 4 ഓവറിൽ നോക്കി കളിച്ചാൽ മതി. സൂപ്പർ അടുത്തതായിട്ട് ധോണി ഓൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. വിനു ചേട്ടൻ ഔട്ടായി ഇതാ വരുന്നുണ്ട്. വിനു സമ്മർദ്ദം വരുന്ന എന്തോ കാണിച്ചു നിൽക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയ പിച്ചുമായിട്ട് ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഇതായി വരുന്നില്ല. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ കളി. അല്ല, അവൻ പറഞ്ഞാണ് പുതിയ പിച്ചുമായിട്ട് എവർക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല. 5 റണ്ണെടുത്തതിന്റെ അഹങ്കാരം കാണിക്കും. അഞ്ചോൾ 29-6 എന്നുള്ള നിലയിലാണ് ഗൈസ്. വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം. എനിക്ക് തോന്നുന്നു പുതിയ പിച്ച് നമുക്കൊരു 1-2 കളി വേണ്ടി വരൂലേ പിച്ചുമായിട്ട് പരിചയപ്പെട്ട് വരാൻ. അയ്യോ ഒരു 4 അടിച്ചിരിക്കുന്നു. ഒരു ആശ്വാസം. യെസ്, അടുത്തതായിട്ട് അഖിലേഷ് ചേട്ടൻ ഇറങ്ങുകയാണ്. ജിഷ്ണു ഔട്ടായി വരികയാണ്. ലാസ്റ്റ് വിക്കറ്റാണ് ഗൈസ് ഇനിയുള്ളത്. സിംഗിൾ എടുത്ത കാര്യം. അവൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ബാറ്റ് പിടിക്കുന്നത്. എന്നിട്ട് അവൻ ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്ത് 1 റൺ എടുത്തു. നമ്മളിപ്പോ ഒരു ഡക്കായി. സൂപ്പർ കൂറ്റൻ ആഷിം ലവ് യു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് സൂപ്പർ. കപ്പിത്താനെ വന്ന അടുത്ത ബോൾ വിക്കറ്റായി വന്ന പറ്റിപ്പോയി. നമ്മളിപ്പോ 9ാമത്തെ ഓവറിലെത്തി. നേരത്തെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ 5-6 ഓവറിൽ തീരുമെന്നാണ് വിചാരിച്ച. പക്ഷെ നമ്മള് 9 ഓവറിലെത്തി. ഓ നല്ലൊരു പാർട്ണർഷിപ്പിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. 9 ഓവറാണ് അവർ എത്തിച്ചിരിക്കുന്നത്. അതൊരു ഈ ഓവർ കഴിഞ്ഞാൽ 10 ഓവർ നമ്മൾ സർവൈവ് ചെയ്യും. 60 റൺ. 26 പടാലം പൊട്ടിയത്. സൂപ്പറാ. ഇന്നത്തെ കിടിലൻ പ്ലെയർ അഖിലേഷാണ്. അഖിലേഷും ഡിഫൻഡ് ചെയ്തവൻ. അഖിലേഷ് ഔട്ടായില്ല. അതല്ലേ ഔട്ടാവാൻ നിൽക്കുക. ഒരു ഡക്കാൻ വേറെ ഡക്കാനെ കളിയാക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ ടീം സൂപ്പർ നല്ല റിക്കവറി ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് ബോളിൽ നിന്ന് ചേർത്ത് പിടിക്കണേ. നമ്മൾ 10 ഓവറിൽ 62 ആണ് നമ്മളെ കുട്ടന്മാർ, നമ്മളെ ചുണക്കുട്ടികൾ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര ജയിക്കും? 63 റൺ ജയിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേറൊരു സാധനമുണ്ട്. നമ്മള് സത്യം പറഞ്ഞാൽ ഈ കളിയിൽ ഇത്തിരി ഒന്ന് ഡൗൺ ആയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി.
നമ്മൾ ടീം മീറ്റിംഗ് ചെയ്തില്ല. നല്ല കളിയായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ കുറച്ച് ഇതായെങ്കിലും ഡൗൺ ആയെങ്കിലും നമ്മൾ നന്നായി തിരിച്ചു വന്നു. നല്ല കളി കളിച്ച് നമുക്കിത് എറിഞ്ഞു പിടിക്കാം. ഓരോ ബോളും അവർ കഷ്ടപ്പെട്ട് വെറുതെ ഒന്നും കൊടുക്കരുത്. ഫീൽഡിൽ നല്ലോണം വിളിച്ചിരിക്കണം, അവരെ പേടിപ്പിക്കണം. ഫീൽഡിൽ നിന്ന് പേടിപ്പിച്ച് നമ്മൾ ആദവയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളുടെ നമുക്കൊരു ഫൈറ്റ് ഉണ്ട് അല്ലേ. കളിയിലൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഫൈറ്റ് വിളിക്കും. 1 2 3 5. എന്താണ് നിങ്ങളുടെ പ്ലാൻ? നമ്മൾ മാക്സിമം എറിഞ്ഞിടാനാണ് നോക്കുന്നത്. നോക്കാം. ഓക്കെ ഓക്കെ. അവരുടെ ടീം ബാറ്റിങ്ങിന് ഇറങ്ങി. അതെ, ബാറ്റിംഗ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫീൽഡിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ബോൾ ശ്രീകാന്ത് എറിയാൻ പോവുകയാണ്. വാശി ഇപ്പോഴും കാണാം. വൈഡാണ്, ദാക്ഷിണ്യമില്ലാത്ത വൈഡായിരുന്നു. ഫസ്റ്റ് ഓവർ ഫിനിഷ് ആയപ്പോൾ 4 റൺസ്, വിക്കറ്റൊന്നും വീണില്ല. ശ്രീകാന്ത് നല്ലോണം എറിഞ്ഞു. യെസ്. അടുത്ത നമ്മളെ സച്ചുവിന്റെ അത്യുഗ്രമായ ബോളിംഗ്. നമ്മുടെ ഫസ്റ്റ് വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരു വിക്കറ്റ് കിട്ടി. യെസ്, ഞാൻ തന്നെ ക്യാച്ച് പിടിച്ചു. 2 ഓവർ 11 റൺസായി ഗൈസ്. അടുത്തതായിട്ട് സ്ഥിരം ബോൾ ഇനി എറിഞ്ഞ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ബോളിൽ സ്ഥിരം അടിയായിട്ടുണ്ട് എന്ന് മിക്കവാറും. യെസ്, ഷമീർ ഭയങ്കര ബാറ്റിംഗ് എന്നാണ് അവന്മാർ പറയണത്. ഷമീറിന് നടുവയ്യ. ഓക്കെ, വിനിച്ചേട്ടന്റെ ഓവർ വന്നിരിക്കുകയാണ്. യെസ്. 23-ൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 3 ഓവർ കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ജയിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ജയിക്കാൻ. ചേർത്തുകൊണ്ട് 2 വിക്കറ്റ് എടുത്തുകൊണ്ട് ശ്രീകാന്ത് കെട്ടരുതാ മുന്നേറുകയാണ്. ഹാട്രിക് ബോളാണ് ഇപ്പൊ അവ എറിയാൻ പോകുന്നത്. നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, റെഡി റെഡി. ഓ, ഹാട്രിക് ബോൾ പറ്റിയില്ല നമുക്ക്. എന്നാലും കുഴപ്പമില്ല. 4 ഓവറിൽ 24 റൺസ് 3 വിക്കറ്റ്. അടുത്തതായിട്ട് ഹാഷിം ജെട്ട് ഇറങ്ങിയാണല്ലേ? യെസ് യെസ്. ആക്ച്വലി നമ്മൾ പേസ് ബോളിങ്ങിന്റെ കുന്തമുനയാണ് നമ്മളുടെ. അതെ അതെ. ഓ, അത് 4 പോയിരിക്കുകയാണ്. കുന്തമുന ചെറുതായിട്ട് ഒടിഞ്ഞെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മൾ ആ മോനെ കുറച്ച് മൂർച്ച കൂട്ടി. ഹാഷിമേ, നല്ലൊരു ബോൾ വരട്ടെ, മറ്റേ ഐറ്റം ബോൾ വരട്ടെ. ഇപ്പൊ 39-ൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 5 ഓവറാണ്. ഇനി 5 ഓവറിൽ ബാക്കി എത്ര റൺ? കണക്ക് കൂട്ടിരുന്നു. 23 റണ്ണ് കാണും. 22 റണ്ണാണ്. അതെ അതെ. 23. എന്ത് തോന്നുന്നു? 24. നടക്കോ? ജയിക്കോ? ജയിക്കും. ഇനി നമുക്ക് 4 ഓവറിൽ 7 റണ്ണാണ്. അപ്പോൾ കളി ഇത്തിരി ലൂസായി പോയി. അതെ. അപ്പൊ ഇനി എറിഞ്ഞ് എനർജി കളയണ്ട. 4 ഓവറിൽ 7 റണ്ണല്ലേ? ദാസും ചേട്ടൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ച നടക്കും? ഇപ്പൊ നോക്കിക്കോ, ഫുള്ള് വിക്കറ്റ് എടുക്കാം. ഇനി 3 ഓവറിൽ 3 റൺസാണ് അവർക്ക് ജയിക്കാൻ വേണ്ടത്. അടുത്തതായി മേഡം പിടിച്ച നമ്മൾ കളി ജയിക്കും. തോറ്റല്ല, ഫസ്റ്റ് കളി തോറ്റു. കുഴപ്പമില്ല, നല്ല കളിച്ചു. നമ്മള് ഫസ്റ്റ് കളി നന്നായിട്ട് പൊരുതി, പക്ഷെ തോറ്റുപോയി. കുഴപ്പമില്ല, നമ്മൾ ഈ കളി പിടിക്കാനായിട്ട് ടോസ് ഇടാനായിട്ട്. പക്ഷെ ഞാനാണ് പോകുന്നത്. നോക്കാം.
നിങ്ങള് ഫസ്റ്റ് കളി ജയിച്ചല്ലേ? പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചില്ലല്ലേ? അതെ അതെ. ഇതിലും അല്ലെയുണ്ട്. ഇതില് ജയിക്കണോ വിട്ടു കൊടുക്കണോ? നമുക്ക് പൊരുതാം. ഓക്കെ, ടോസ് ഇടാൻ പോവുകയാണ്. ടെയിലാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് തന്നെടാ. ഓക്കെ, ചൂരലിന് ടോസ് വീണിരിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ കളിയുടെ ഫസ്റ്റ് ഇന്നിംഗ്സ് തുടങ്ങാൻ പോകുന്നു. നമുക്ക് ബോളിംഗ് ആണ്. ബോളിംഗ് ചൂസ് ചെയ്തിരിക്കുകയാണ്. അവർ ചൂസ് ചെയ്തു. ഇതെന്തോ യവന്മാര് മറ്റേ ബ്രഹ്മയുഗത്തിലെ പോലെ ചാത്തൻ കോയിൻ ഇങ്ങനെ വീണിട്ട് യവന്മാര് മലത്തിയിട്ടു. അത് ഈ കളി ജയിക്കണം ഗൈസ്, ഇല്ലെങ്കിൽ നാണക്കേടാണ്. യെസ് വി ഹാവ് ടു വിൻ ദിസ്, വി ഹാവ് ടു വിൻ ദിസ് ഗെയിം. നമുക്ക് ജയിക്കണം. അതെന്തരി നമ്മൾ സെയിം ടീം വെച്ചിട്ട് പോവുകയാണ്. പിന്നെ വേറെ ടീം നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാ? അല്ല, നമ്മള് കഴിഞ്ഞ കളി ബാറ്റിംഗിലുണ്ടായ ഒരു തകർച്ചയാണ്. ബോളിംഗിലായിരിക്കും തകർച്ച. ചുമ്മാ ഇരിക്കട്ടെ. നമ്മൾ ഈ കളി ജയിക്കണം. ഈ കളി ജയിച്ചില്ലെങ്കിൽ നാണക്കേടാണ്. കഴിഞ്ഞ തവണ ബാറ്റിംഗിലുണ്ടായ ബോളിംഗ് നമ്മളിപ്പോ ബോളിംഗിൽ പഠിച്ച എക്സ്ട്രാ സൗണ്ട് എഫക്റ്റ് ഒക്കെ എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടായാൽ മതി. ഓക്കെ, ഫസ്റ്റ് ബോൾ അറിയൂ. ഫസ്റ്റ് ബോൾ അറിയാൻ പോകും. ഓ, ഓവർ 39. എത്ര വിക്കറ്റ്? വിക്കറ്റ് പോയില്ല. ഇപ്പൊ വിക്കറ്റ് വീഴുന്നു. നോക്കിയോ, ശ്രീകാന്ത് അറിയാം. യെസ്, നമ്മുടെ ഫസ്റ്റ് വിക്കറ്റ് വീണിരിക്കുകയാണ്. അടിച്ച് ഇല്ലാതാക്കി കളഞ്ഞല്ല. അറിയണ്ടായിരുന്നു ഉള്ള കളയണ്ടേ. 58 ഒരു വിക്കറ്റ്. നല്ല സ്കോർ പോയി. ഇപ്പൊ 58 ഒരു വിക്കറ്റ് ആയി. ഓവർ 58, 3 വിക്കറ്റ്. യെസ്, അടുത്തതായിട്ട് ചേട്ടനാണോ? എന്തോ ഉപദേശം കൊടുത്തിട്ടുണ്ട്. എന്തല്ല. ഓക്കെ, അപ്പൊ നമ്മള് ബൗളിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അവര് 95 അടിച്ച്. 95 അടിച്ച്. അപ്പൊ നമുക്ക് 96 ജയിക്കാനുള്ള ലക്ഷ്യം. അതെ അതെ, ക്രിക്കറ്റ് അറിയാം. ആദ്യമേ ബാറ്റിംഗ് എടുക്കാൻ ഞാൻ പറഞ്ഞത്. എന്നാൽ 40 ബോൾ ഇപ്പൊ വീട്ടിൽ പോകായിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഒറ്റ വിക്കറ്റ് കൂടെ ഉള്ളു. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഖതം ഹോകയാണ്. പിന്നെ അല്ലാതെ എന്തൊരു സത്യം പറഞ്ഞാൽ നമുക്ക് കളിക്കാറില്ലാത്തോണ്ടല്ല. വെറ്ററൻസ് ആണ്, നീ റെസ്പെക്ട് ചെയ്യുന്നില്ല. ചോദിച്ചു വാങ്ങും. നമ്മളെ ഇത് വ്ളോഗ് എന്റർടൈനിങ് ആക്കാൻ വേണ്ടി ചെയ്തതാണ്. ആക്ടിങ്. എടാ, ഡിഷ് ദുരന്തമാകുമ്പോഴാണ് നമുക്ക് കണ്ടന്റ്. അയ്യോ, ഈ മീശയെ വെച്ച് കരയിലിട. എന്റെ ഡാഡി തെറിഞ്ഞോണ്ടല്ലേ. അങ്ങനെ രണ്ടാമത്തെ കളിയും ഒരു തീരുമാനമായിരിക്കും. അവന്മാരുടെ വേറൊരു കാര്യം ചോദിക്കാം. ഇത് രണ്ടാമത്തെ കളിയാണെന്ന് നമുക്കും അവരൊക്കെ വലിയ അറിയാവൂ. നമുക്കിത് കട്ട് ചെയ്തിട്ട് 6 കളിയാണ്. മൂന്നാമത്തെ കളിയാക്കിയിട്ട് രണ്ടാമത്തെ കളി ഇനി കളിച്ചാലോ? നിനക്ക് തോന്നണം മൂന്നാമത്തെ കളി ജയിക്കുമോ? എനിക്ക് മൂന്നാമത്തെ കളി ജയിക്കാണ്. ഇനി വല്ല ഓർഡർ ഈവനിങ് കളിക്കാണോ? അതിലേ ജയിക്കാൻ ചാൻസ്.
ട്രോഫിയും പ്രൈസ് മണി 10,000 രൂപ നമുക്ക് തന്നെ കിട്ടിയല്ലേ അപ്പൊ? 10,000 രൂപ നമ്മളിപ്പോഴാണ് തീരുമാനിച്ചത്. നമ്മൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയത്. ഇനി കളിക്കണോ? എന്നാ കളിക്കാം. ഓക്കെ, ഫസ്റ്റ് ബാറ്റിംഗ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതും കൂടെ ഡക്കായിട്ട് വന്നാൽ നോക്കിക്കോ നിങ്ങൾ. ഓ, എനിക്ക് പെട്ടെന്നൊരു മസിൽ ക്രാമ്പ്. അടുത്തേനെ ഓക്കെ, ഫസ്റ്റ് കളിയിൽ ദാസൻ ചേട്ടൻ ഇത് ഔട്ടായി വന്നിരിക്കുന്നു. എത്ര റണ്ണ്? ഒരു റൺ. ഞാൻ ആദ്യമേ പറഞ്ഞത് നിർത്തണം, കടത്ത് പുഴിക്കണ്ടെന്നിനി. ഓ, ശ്രീകാന്ത് ചേട്ടൻ ആദ്യമായിട്ട് ബോൾ അടിച്ചേ. അവന്മാര് ഫുൾ ടോസ് ഇട്ട് കൊടുക്കുന്നത് ഗൈസ്. 3 ഓവറിൽ 36. പറഞ്ഞു തീർന്നില്ല. 36ആയി. ഒരു കുറ്റിയും അവിടെ നിന്ന് പൂജ ചെയ്തോണ്ടിരിക്കുകയാണ്. സ്പീഡ് കണ്ടു നന്ദു മോഹൻ. ഓക്കെ, 3 ഓവറിൽ 36ആയി. ഇപ്പോ 2 വിക്കറ്റ്. ശ്രീകാന്ത് ചേട്ടൻ ദാ തിരിച്ച് വീണ്ടും വന്നിരിക്കുന്നു. ബാറ്റിംഗ് ഇനി മാറി. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ മാച്ചിൽ നമ്മൾ 70 റണ്ണാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് ഫൈനലാണ്. ലാസ്റ്റ് കളി, മൂന്നാമത്തെ കളി ഫൈനലാണ്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ ട്രോഫി നമുക്കാണ്. ഓക്കെ, അപ്പൊ 71 റണ്ണ് വേണം അവർക്ക് ജയിക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ബോളിൽ 28 റണ്ണാണ് നമുക്ക് ജയിക്കാൻ വേണ്ടത്. അവർക്ക് ജയിക്കാൻ വേണ്ടത്. അവർക്ക് നമുക്ക് മാക്സിമം 27 വരെ കൊടുക്കാം. 27 26 വരെ. അപ്പം സെക്കൻഡ് ലാസ്റ്റ് ഓവർ. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ജയിക്കാൻ ഒരു ഓവറിൽ 17. നമ്മളുടെ ഫൈനൽ പഠിക്കാം. അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഓ, 4. ഓക്കെ, 3 ബോളിൽ 7. യെസ്. ഓക്കെ, ലാസ്റ്റ് ബോൾ 4 റണ്ണാണ് വേണ്ടത്. ഇപ്പൊ എന്താ ഉണ്ടായി? ജയിച്ചു നമ്മള്. എന്നിട്ട് നിങ്ങളെന്ത് ഇങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ നമ്മൾ ലാസ്റ്റ് കളി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 2-1 എന്നുള്ള നിലയിൽ ചൂരൽ ജയിച്ചിരിക്കുകയാണ്. നല്ല കളിയായിരുന്നല്ലേ സത്യം? നല്ല കളിയായിരുന്നു. നല്ല കളിയായിരുന്നു. എൻജോയബിൾ ഗെയിം. അവര് നല്ല സ്പിരിറ്റ് ആണ്. നല്ലൊരു ചൊറിയൊന്നുമില്ലായിരുന്നു. നല്ല ഗെയിം, നല്ല റെസ്പെക്റ്റ് ഉള്ള ഗെയിം. അതെ, നമുക്ക് അത്ര തോറ്റെന്നും പറഞ്ഞ അങ്ങനെ ഒരു വിഷമമില്ല. ചെറിയ വിഷമം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ അടുത്ത ഒരു പേസ് വരാൻ ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നത് നിങ്ങളെ വ്ളോഗിൽ വരുമോ? അത് ആലോചിക്കട്ടെ. നമ്മുടെ വേറെ ട്രോഫി ഉണ്ട്. വാങ്ങിക്കാൻ പോവാണ്. അവരവിടെ ട്രോഫി ഏറ്റുവാങ്ങുകയാണ് കേട്ടോ. നമ്മുടെ മാൻ ഓഫ് ദ ടൂർണമെന്റ്. നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഈ സന്തോഷത്തോടു കൂടി നമുക്ക് ഇത് എൻഡ് ചെയ്താലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മളിതിൽ പകരം വീട്ടും. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീടിന്റെ അടുത്തുള്ള കൊച്ചുപിള്ളേരെല്ലാരും കളിക്കും. ഓക്കെങ്കിലും ശരി, കഴിഞ്ഞു.